ഇറാൻ ആക്രമിക്കുമെന്നുള്ള പേടിയിൽ UAE ഇസ്രായേലിന് പ്രതിരോധ സംവിധാനമായിരിക്കുന്ന താഡ് സിസ്റ്റം നൽകിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ വലിയ രീതിയിൽ പ്രചരിക്കുകയാണ്. ഇങ്ങനൊരു സിസ്റ്റം സംവിധാനങ്ങളൊക്കെ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ, എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. പറയുന്ന കാര്യം, താഡ് പ്രതിരോധ സംവിധാനം സിസ്റ്റം UAEയിൽ നിന്ന് ഇസ്രായേലിലേക്ക് മാറ്റിയിരിക്കുന്നു. 2016 കരാർ വ്യവസ്ഥ പ്രകാരമാണ് UAEക്ക് അമേരിക്ക ഈ താഡ് സിസ്റ്റം നൽകിയത്. മിഡിൽ ഈസ്റ്റിൽ ആദ്യം താഡ് സിസ്റ്റം വാങ്ങിയത് UAE ആണ്, രണ്ടാമത് വാങ്ങിയത് സൗദി അറേബ്യയാണ്. ഇസ്രായേലിന് അമേരിക്ക ഈ താഡ് സിസ്റ്റം നൽകിയിട്ടില്ല, അവർ വാങ്ങിയിട്ടുമില്ല. അങ്ങനെയാണ് ഈ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പോകുന്നത്. ഇതിൽ ഏകദേശം ഒരു താഡ് സിസ്റ്റത്തിൽ ഏകദേശം 100ഓളം മിസൈലുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്ന സംവിധാനമാണ്. ബാലിസ്റ്റിക് മിസൈലിനെ പ്രതിരോധിക്കാൻ ആരോ സിസ്റ്റം അല്ലെങ്കിൽ താഡ് സിസ്റ്റം, ഇത് രണ്ടെണ്ണത്തിന് മാത്രമേ സാധിക്കൂ. അയൺ ഡോമിന് സാധിക്കുകയില്ലെന്ന് ഇറാനുമായിട്ടുള്ള യുദ്ധത്തോടുകൂടി തെളിഞ്ഞതാണ്. പ്രതിരോധ സംവിധാനം ശക്തമാക്കാൻ വേണ്ടി ഇറാന്റെയും ഇസ്രായേലിന്റെയും യുദ്ധത്തോടനുബന്ധിച്ച് അമേരിക്കയും ഇസ്രായേൽ തീരുമാനിച്ചിട്ടുണ്ട്. അമേരിക്ക സ്വന്തമായിട്ട് തന്നെ $3.5 ബില്യൺ ഇതിന് മാറ്റിവെച്ചതായിരിക്കുന്ന കാര്യം പുറത്തു വന്നതാണ്. ഇറാൻ ഇതിൻ്റെ ഇടയിൽ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. അത് വലിയ രീതിയിൽ മുറിവേൽക്കുന്ന, ഇസ്രായേലിനും അമേരിക്കയൊക്കെ മുറിവേൽക്കുന്ന ഒരു പ്രയോഗമാണ് അവർ നടത്തിയത്. മേലിൽ, അതായത് ഇനി ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് തങ്ങളുടെ നേരെ ഒരു ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തിരിച്ചടി ഭയാനകവും മാരകവുമായിരിക്കും, മുറിവുണങ്ങാൻ പതിറ്റാണ്ടുകൾ എടുക്കും എന്നാണ് പറഞ്ഞത്. എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഉദ്ദേശ കാര്യങ്ങൾ എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദീകരണം അതിൻ്റെ കൂടെ പറഞ്ഞിട്ടില്ല. പ്രതിരോധം ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന് ബോധ്യമാവുകയും അത് അമേരിക്കയോട് അതവർ പറയുകയും ചെയ്തിട്ടുണ്ട്. തങ്ങൾ അപകടത്തിലാണ്. സംഭവം ഗസക്കെതിരെ വലിയ മുന്നേറ്റങ്ങളൊക്കെ നടത്തിയിട്ട് അവിടെ നിത്യേന കൂട്ടക്കുറി നടത്തുന്നുണ്ട്. അതൊരു വിജയം മാത്രമേ ഉള്ളൂ. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, അതിൻ്റെ പ്രതിരോധ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അതിനെ നിയന്ത്രിക്കുക അല്ലെങ്കിൽ പ്രതിരോധത്തെ അതിനെ കുറ്റമറ്റതാക്കുന്ന രീതിയിലൊക്കെ ഞങ്ങൾ പൂർണ്ണമായിരിക്കും പരാജയമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങൾ സഹായിക്കണം എന്ന് ചുരുക്കം. താഡ് ടെർമിനൽ ഹൈ ആറ്റിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ്. ഇനി എന്താണ് താഡ് സിസ്റ്റത്തിന്റെ പ്രതിരോധ സംവിധാനം എന്ന് നമുക്ക് നോക്കാം. വാർ ഹെഡ് ഇല്ല. ബാലിസ്റ്റിക് മിസൈലിനെ നേരിട്ട് ആക്രമിക്കാൻ സാധിക്കും. 150 കിലോമീറ്റർ പരിധിയിൽ ഈ പറയപ്പെട്ട ബാലിസ്റ്റിക് മിസൈലിനെ തകർക്കാൻ സാധിക്കും. 1000 കിലോമീറ്റർ ദൂരപരിധിയിൽ നിന്ന് ഇതിനെ നിരീക്ഷിക്കാനും സാധിക്കും. അപ്പോൾ ഏകദേശം ഒരു 1 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ബാലിസ്റ്റിക് മിസൈൽ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നിരീക്ഷിക്കാൻ സാധിക്കുന്ന ഈ താഡ് സംവിധാനം ഏകദേശം 150 കിലോമീറ്ററിന്റെ ചുറ്റളിൽ വെച്ച് തകർത്തെറിയാൻ വേണ്ടി സാധിക്കും. വായുമണ്ഡലത്തിനകത്തും പുറത്തു നിന്നും ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. വായുമണ്ഡലത്തിന്റെ അകത്ത് പുറത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശാസ്ത്രീയപരമായിട്ട് പറയുന്ന സമയത്ത് നമ്മുടെ ഭൂപ്രതലത്തിന്റെ ഏകദേശം മേൽപോട്ട് നോക്കുന്ന സമയത്ത് 12 കിലോമീറ്റർ വരെ വായു ഉണ്ട് എന്നാണ് കണക്കാക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വായു ഇല്ല. അപ്പോൾ ആകാശത്തിന്റെ മേഖല നോക്കുന്ന സമയത്ത് അല്ലെ മേൽഭാഗം നോക്കുന്ന സമയത്ത് ഈ 12 കിലോമീറ്റർ കഴിഞ്ഞാലും വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ താഡ് സിസ്റ്റത്തിന് പ്രതിരോധിക്കാൻ സാധിക്കും എന്ന് ചുരുക്കം. ഇതിന്റെ വില കണക്കാക്കുന്ന സമയത്ത് ഒറ്റ ഇന്റർസെപ്റ്റർ മിസൈലിന് 90 മുതൽ 200 കോടിയാണ് അതിൻ്റെ വില. ഒരു താഡ് ബാറ്ററിക്ക് 6600 മുതൽ 8300 കോടി രൂപയോളം വരും. ഇന്ത്യയുടെ കറൻസി പറയുമ്പോൾ താഡ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് UAEയും സൗദി അറേബ്യയും അമേരിക്കയുമായിട്ട് കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. സൗദി അറേബ്യ 2017 $15 ബില്യൺ കരാർ ഉണ്ടാക്കി. അതിനു മുൻപ് 2011 UAE $3.48 ബില്യൺ കരാർ ആദ്യഘട്ടത്തിലും പിന്നീട് മറ്റൊരു കരാർ ഉണ്ടാക്കി. ആ കരാറിന്റെ വ്യവസ്ഥയുടെ സംഖ്യ എത്രയാണെന്ന് കൃത്യമായിട്ട് പുറത്തു വന്നിട്ടില്ല. താഡ് സിസ്റ്റം ലോകത്താകമാനമുള്ളത് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അമേരിക്കയുടെ കൈവശത്തിൽ 7 എണ്ണമാണ്. അതാണ് ടോപ്പ് എന്ന് പറയാൻ പറ്റില്ല, അത്ര തന്നെ സൗദി അറേബ്യയുടെ കൈവശത്തിലുണ്ട്. 7 എണ്ണം സൗദിയുടെ കയ്യിൽ, 7 എണ്ണം അമേരിക്കയുടെ കയ്യിൽ, 2 എണ്ണം UAEയുടെ കയ്യിൽ, 1 കൊറിയയുടെ കയ്യിൽ. ഇതാണ് അതിൻ്റെ സിസ്റ്റം. ഇതിൻ്റെ നിർമ്മിതിയെല്ലാം അമേരിക്കയുടേതാണ് എന്നുള്ളത് നമുക്കറിയാം. ഈ താഡ് സിസ്റ്റം കുറ്റമറ്റ രീതിയിലുള്ള പ്രതിരോധ സംവിധാനമാണ് എന്ന് ലോക രാഷ്ട്രങ്ങൾക്കിടയിലൊക്കെ വലിയ അഭിപ്രായമുണ്ട്, വലിയ മതിപ്പുമുണ്ട്.
അത് ദശാബ്ദത്തിൻ്റെ റിസർച്ച് നടത്തിയതിന് ശേഷമാണ് ഇത് നിർമ്മിക്കപ്പെട്ടത് എന്നാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ദശാബ്ദ റിസർച്ച്, അഡ്വാൻസ്ഡ് ടെക്നോളജി, വലിയ സാമ്പത്തിക മുതൽ മുടക്ക് ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഇതിൻ്റെ രഹസ്യ, അതായത് സാങ്കേതിക വിദ്യ പുറത്തു പോകാത്ത രീതിയിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇവ നിർമ്മിക്കാൻ വേണ്ടി റഷ്യ, ചൈന, ഇന്ത്യ, ഇസ്രായേൽ വലിയ ശ്രമങ്ങൾ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, അമേരിക്കയുടെ കൈവശത്തിൽ 7 താഡ് സിസ്റ്റത്തിൽ 2 ഇറാൻ ഇസ്രായേൽ യുദ്ധമുണ്ടായ സമയത്ത് അവരെ സംരക്ഷിക്കാൻ വേണ്ടി അമേരിക്ക നൽകിയിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയുടെ കൈവശത്തിൽ അത് 5 ചുരുങ്ങിയിട്ടുണ്ട്. ഈ താഡ് സിസ്റ്റമാണ് ഒരു പരിധി വരെ ഇറാന്റെ മിസൈലിനെ തകർത്തത് എന്നുള്ളത് ഇസ്രായേൽ വിശ്വസിക്കുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ അയൺ ഡോമിനെ അതിൽ തകർക്കാനോ പ്രതിരോധിക്കാനോ സാധിച്ചിട്ടില്ല. അത് ഏറെക്കുറെ അസ്തമിച്ചിരിക്കുന്നു. പിന്നീട് 5 ഈ ശേഷിക്കുന്നത് അമേരിക്കയുടെ കൈവശത്തിൽ. യുടെ കൈവശത്തിൽ 2016 കരാർ പ്രകാരം ഉണ്ടാക്കിയിരിക്കുന്ന, അല്ലെങ്കിൽ 2011 ഉണ്ടാക്കിയിരിക്കുന്ന 2 താഡ് സിസ്റ്റം അവരുടെ കൈവശത്തിലുണ്ട്. ഇത് ഇസ്രായേലിന് നൽകാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ആവശ്യപ്പെട്ടത്. കരാർ വ്യവസ്ഥ, അതായത് മാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ടത് കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്ന് ചില റിപ്പോർട്ടിൽ കാണാൻ പറ്റും. എന്നാൽ അങ്ങനെ ഒരു കരാർ ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ, തൊട്ടടുത്ത ദിവസം മാറ്റാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത് എന്നതും കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, എന്തിനാണ് യുടെ കൈവശത്തിൽ നിന്ന് മാറ്റുന്നത് എന്ന ചോദ്യത്തിന് അവർക്കിടയിലുള്ള അഭിപ്രായങ്ങൾ ചില മീഡിയകൾ, അറേബ്യൻ മീഡിയകളൊക്കെ പറയുന്ന കാര്യം, ഈ സിസ്റ്റം കൊണ്ടുവന്നത് അന്നത്തെ കാലത്ത്, അതായത് ഇപ്പോൾ 2011 ആ വർഷ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ ഈ യമനിലെ വിമത വിഭാഗമായിരിക്കുന്ന ഹൂത്തികളുമായി വലിയ സംഘർഷാവസ്ഥയുള്ള കാലഘട്ടമാണ്. അപ്പോൾ അവരുടെ അവരുടെ മിസൈൽ ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക നൽകിയത്. ഇത് വാങ്ങുകയും ചെയ്തത്. അത് അബുദാബിയിലെ അൽ ദഫ്ര മേഖലയിലാണ് ഇത് വിന്യസിച്ചിരിക്കുന്നത്. അതിൽ ഒന്ന് അവിടെയാണ് എന്ന് പറയുന്നു, മറ്റേ രണ്ടാമത്തതിൻ്റെ വിവരം കിട്ടിയിട്ടില്ല. 2 ആ ഏരിയയിലാണോ എന്നുള്ളതും അറിയാൻ പറ്റില്ല. പക്ഷേ അബുദാബി അൽ ദഫ്രയിൽ അവർ ഈ താഡ് സിസ്റ്റം സ്ഥാപിച്ചതായിരിക്കുന്ന റിപ്പോർട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇറാനുമായിട്ട് ഏറെക്കുറെ നല്ല സമാധാന അന്തരീക്ഷമാണ് അറബ് രാജ്യത്തിൽ ഉള്ളത്. ഒരിക്കലും അറബ് രാജ്യങ്ങളെ ഇറാൻ ആക്രമിക്കില്ലെന്ന് ഉറപ്പാണ്. അപ്പോൾ ഇപ്പോൾ അത് ആവശ്യമായി വന്നത് ഇസ്രായേലിനാണ്. ഇസ്രായേലിന് കൈമാറുക എന്ന് പറഞ്ഞാൽ ഏത് നിമിഷവും ഇറാന്റെ ഒരു ആക്രമണം പ്രതീക്ഷിക്കുന്നുണ്ട്, ഒരുപക്ഷെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരിനി ഉപയോഗിക്കാൻ പോകുന്നത് മാരകമായിരിക്കുന്ന പ്രഹരശേഷിയുള്ള മിസൈലാണ് എന്നുള്ളത് ഏറെക്കുറെ ഇറാനും അമേരിക്കക്കും, ഇസ്രായേലിനും അമേരിക്കക്കും അറിയാവുന്നതാണ്. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നിലവിലെ ഈ ചുറ്റുപാടിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല സാങ്കേതിക വിദ്യ കൊണ്ട് നിർമ്മിച്ചത് ഈ താഡ് സിസ്റ്റം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇത് യുടെ കൈവശത്തിൽ നിന്ന് വാങ്ങിയത്. വാങ്ങുന്ന സമയത്ത് കരാർ വ്യവസ്ഥ, അതായത് ഇത് പണം കൊടുത്ത് വാങ്ങി അവരുടെ രാജ്യത്ത് സ്ഥാപിക്കപ്പെട്ടതാണ്, അവരുടെ രാജ്യരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്യണം? ഇസ്രായേലിന് നൽകണം. അപ്പോൾ പണം തിരിച്ചു നൽകുമോ, അതല്ലെങ്കിൽ അതിനുമായിട്ട് ബദൽ സംവിധാനം മറ്റേതെങ്കിലും ഉണ്ടോ എന്നൊരു കരാർ വ്യവസ്ഥ രഹസ്യമാണ്, പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഇസ്രായേലുമായിട്ടാണോ കരാർ വ്യവസ്ഥ എന്നൊരു അഭിപ്രായം ചില മീഡിയകൾ പറയുന്നുണ്ട്. ഒരു കൃത്യത പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്ന രാജ്യം ഇസ്രായേലാണ്. ഇത് എങ്ങനെ അവസാനിക്കുമെന്ന് ഇസ്രായേലിന് പോലും അറിയാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ട് താൽക്കാലികമായിട്ട് വായ്പ എന്ന രീതിയിലൊക്കെ അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കരാർ ഉണ്ടാക്കിയത് എന്നും പറയുന്നു. അതിന് അമേരിക്ക പറയുന്ന കാര്യം, അമേരിക്ക ഒരു ബൃഹത്തായിരിക്കുന്ന വലിയൊരു രാജ്യമാണ്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യത്തിൻ്റെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായ രീതിയിൽ നോക്കിയും നിരീക്ഷിക്കുകയും വേണം. പോലെയുള്ള അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംരക്ഷണവുമായിട്ട് ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാം. അത് മുമ്പേ ഒരു കരാർ വ്യവസ്ഥയാണ്. അങ്ങനെ ആ സമയത്ത് ഞങ്ങളുടെ കൈവശത്തിലുള്ള 7 2 നിലവിൽ തന്നെ ഇസ്രായേൽ നൽകിയിട്ടുണ്ട്. ബാക്കിയുള്ളത് നൽകുന്ന സമയത്ത് പ്രതിരോധവുമായി ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ രാജ്യത്തിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും. നിസ്സാരമായിട്ട് നമ്മൾ മറ്റൊരു രാജ്യത്തെ കാണരുത്. കാരണം ലോകത്തെ കീഴടക്കിയ അതിശക്തരായിരിക്കുന്ന രാഷ്ട്രമായിരുന്നു ഒരു കാലത്ത് ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം. 2 ആണവ മിസൈലുകൾ കൊണ്ട് ആ രാജ്യത്തെ ഇരുത്താൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിച്ചു. അപ്പോൾ അങ്ങനത്തെ ഈ നിലവിലെ സാഹചര്യം, വർത്തമാന സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ നിലനിൽക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തങ്ങൾ സൂക്ഷ്മത പാലിക്കൽ നിർബന്ധമാണ് എന്നതിനാലാണ് ഈ 5 ബാക്കി നൽകാതിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷേ ഇവിടെ വേറൊരു വിഷയം വരുന്നത്, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇറാനെതിരെ ഇസ്രായേലിനെ സഹായിക്കുകയല്ലേ എന്നൊരു ചോദ്യമുണ്ട്.
ആ ചോദ്യത്തിന് ഉത്തരം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ പ്രതികരിച്ചിട്ടില്ല, UAE പ്രതികരിച്ചിട്ടില്ല, കൃത്യമായ രീതിയിൽ തന്നെ ഇസ്രായേലും പ്രതികരിച്ചിട്ടില്ല. 3 രാജ്യം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല. ഇങ്ങനൊരു കരാർ വ്യവസ്ഥ ഉണ്ട് എന്ന് അമേരിക്കയിൽ നിന്നാണ് ഇത് ചോർന്ന് കിട്ടിയത്. പത്രമാണ് അത് പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തത്. UAEയിലുള്ള താഡ് സിസ്റ്റം ഇസ്രായേലിലേക്ക് മാറ്റുന്നു എന്നതുമായി ബന്ധപ്പെട്ട കാര്യം. അപ്പോൾ അത് ഈ വർത്തമാന രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഇപ്പം നിൽക്കുന്ന യുദ്ധകാല സാഹചര്യത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണ്. ഒരു മുസ്ലിം രാജ്യം ഇസ്രായേലിന് ഇപ്പോൾ പരസ്യമായ രീതിയിൽ അവരുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് സഹായിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയില്ല. വളരെ പ്രാധാന്യത്തോടു കൂടി യമനിലെ, സിറിയയിലെ, ഈജിപ്തിലെ അറബ് പത്രങ്ങളൊക്കെ വലിയ ഹെഡ്ലൈൻ നൽകിക്കൊണ്ട് തന്നെ ഇത് പുറത്തുവിട്ടിരിക്കുന്നു. ആദ്യം യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏതോ ഒരു മീഡിയ ആണ് ഇത് പുറത്തുവിട്ടെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ തുടർച്ചയായ രീതിയിൽ പിന്നെ ചർച്ചയായി, ഉപചർച്ചകളായി. അങ്ങനെ ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു ചർച്ചയായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നു. ഇപ്പോൾ 2 വിഷയമുണ്ട്. രാജ്യത്തിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ സമ്പത്ത് ഉപയോഗിച്ച് വാങ്ങപ്പെട്ട താഡ് സിസ്റ്റം പോലെയുള്ള പ്രതിരോധ സംവിധാനത്തെ മറ്റൊരു രാജ്യത്തേക്ക്, പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ ശത്രുവായിരിക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ഈ മുസ്ലിം രാജ്യം പറിച്ചു നൽകുന്നതിൻ്റെ കാരണത്തെക്കുറിച്ച് വിശദീകരിക്കണം എന്ന് ചില മീഡിയക്കാരൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് യഥാർത്ഥത്തിൽ UAE ഒരുപക്ഷെ മറുപടി നൽകേണ്ടി വരും ഇനി തുടർന്നുള്ള ദിവസങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഏതായിരുന്നാലും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ UAE ചെയ്തിരിക്കുന്ന പ്രവൃത്തി വളരെ തെറ്റായിരിക്കുന്ന പ്രവൃത്തിയാണ്. ആ സമീപനങ്ങളും ആ നിലപാടുകളും ആ പ്രവർത്തനങ്ങളും ഒരിക്കലും ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.